ഈ ബാർക്കോഴ ആരോപണത്തെക്കുറിച്ച് ഞങ്ങൾ UDF ആവശ്യപ്പെട്ടതെന്താ? 2 മന്ത്രിമാർക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അതിപ്പോൾ എക്സൈസ് മന്ത്രി ആണ് പോലീസിൽ അന്വേഷണം എഴുതി കൊടുത്തത്. ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അറിയിപ്പ് പുറത്തു വന്നു, പത്രക്കുറിപ്പ്. എന്താണ്? ഇവർ ഈ LSD മിനിസ്റ്റർ കൊടുത്ത പരാതിയിന്മേൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത്. ഗൂഢാലോചന അന്വേഷിക്കുന്ന ആളുകൾ പറയുന്നു ഈ ശബ്ദ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ ഒരു തെളിവുമില്ല, അതുകൊണ്ട് അതിന് കേസില്ല. എവിടെയാ ഗൂഢാലോചന അന്വേഷിക്കുന്നത്? ശബ്ദ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അതുകൊണ്ട് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചപ്പോഴേ UDF പറഞ്ഞു ഒരു തരത്തിലും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടക്കില്ല, അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് കാണിക്കാനാണ് ക്രൈംബ്രാഞ്ച് തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞങ്ങൾ കേസ് മുന്നോട്ട് പോകുന്നില്ല. പിന്നീട് വന്ന എല്ലാ വാദങ്ങളും ടൂറിസം മന്ത്രി എന്താ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഇങ്ങനൊരു യോഗം നടന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച യോഗത്തിൻ്റെ മിനിറ്റ്സ് എല്ലാം പുറത്തു വന്നല്ലോ. ഈ അബ്കാരി പോളിസി ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ഇതെല്ലാം ടൂറിസം മന്ത്രി കൈമലത്തുന്നത് എന്താ? ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് ടൂറിസം മന്ത്രിയാണ്. ബാറുകളുടെ സമയം 12 മണിയാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. തോമസ് ഐസക്ക് മുൻ ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, സംസ്ഥാനത്തിൻ്റെ വരുമാനം എക്സൈസ് വരുമാനം ടൂറിസത്തിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ നിന്ന് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡ്രൈ ഡേ മാറ്റാൻ. അങ്ങനെയാണ് ഈ ശബ്ദ സന്ദേശത്തിൻ്റെ പിന്നിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഞങ്ങളേതായാലും ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള ശക്തമായ സമരം ആരംഭിക്കും. നിയമസഭ 10-ാം തീയതി തുടങ്ങുകയാണ്. തുടങ്ങിയാലുടൻ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF നിയമസഭയുടെ മുമ്പിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അയാളെ PA ആണോ അയാൾ ഈ പുള്ളിയുമായിട്ട് ബന്ധമെന്ന് അതെനിക്കറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിച്ചേ പറയാൻ പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിക്കാം, ഞങ്ങൾ അന്വേഷിക്കാം, എന്നിട്ടേ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. അതാ അതെ അദ്ദേഹത്തിൻ്റെ. അപ്പം ഞാനേതായാലും ഞാനും ഞെട്ടേണ്ടതാണല്ലോ, ഞാനും ഞെട്ടിയിരിക്കുന്നു. അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ചിട്ടല്ലേ പറയാം. അദ്ദേഹം ഞെട്ടുമ്പോൾ ഞാനും ഞെട്ടണമല്ലോ, ഞങ്ങളൊരേ പാർട്ടിക്കാരല്ലേ.